ഒരാൾ അബദ്ധത്തിൽ വാമ്പയറുകളുടെ താവളത്തിൽ ചെന്നുപെട്ടു. മരണം മുഖാമുഖം കണ്ട ആ നിമിഷം വാമ്പയർ റാണി അയാളുടെ രൂപഭാവങ്ങളിൽ ആകൃഷ്ടയായി. അവൾ സ്വന്തം കൈമുറിച്ച് രക്തം നേരിട്ട് അയാളുടെ വായിലേക്ക് പകർന്നു നൽകി. അതോടെ അയാളുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അസാമാന്യ വേഗത ലഭിച്ചെന്നു മാത്രമല്ല, സൂര്യപ്രകാശത്തെ ഭയപ്പെടേണ്ടാത്ത ഒരു പുതിയ തലമുറ വാമ്പയറായി അയാൾ മാറുകയും ചെയ്തു. പിന്നീട് വാമ്പയറുകളുടെ ഒരു വൻ സംഘം ഒരു വീട് ആക്രമിച്ചു. അപകടം മണത്ത അമ്മ തന്റെ മകളെ വേഗത്തിൽ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു. ആ ദമ്പതികൾ വാമ്പയറുകളെ തടയാൻ സർവ്വശക്തിയും എടുത്ത് ശ്രമിച്ചെങ്കിലും ആ നിലവിളികൾ അധികം വൈകാതെ നിലച്ചു. ഒടുവിൽ സുരക്ഷിതമെന്ന് കരുതി ബേസ്മെന്റിൽ ഒളിച്ചിരുന്ന മകൾക്കും ആ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. ശക്തമായ ആ വാമ്പയർ സൈന്യത്തെ നേരിടാൻ മനുഷ്യർ തങ്ങളുടെ പരമ്പരാഗത ആയുധങ്ങൾ ഉപേക്ഷിച്ചു. തോക്കുകളും അത്യാധുനിക ആയുധങ്ങളും ഒടുവിൽ ആണവായുധങ്ങൾ വരെ അവർ പ്രയോഗിച്ചു. എന്നിട്ടും ആ രക്തദാഹികളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ അവർക്കായില്ല. പകരം ആ ബോംബാക്രമണങ്ങൾ ഈ ഭൂമിയെ ഒരു ശ്മശാന തുല്യമായ ശൂന്യഭൂമിയാക്കി മാറ്റി. ഒടുവിൽ വാറിയർ പ്രീസ്റ്റ്സ് എന്നറിയപ്പെടുന്ന പോരാളികളായ പുരോഹിതന്മാർ യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയതോടെയാണ് ആ വിനാശകരമായ യുദ്ധത്തിന് അറുതിയായത്. നെറ്റിയിൽ കുരിശു പച്ചകുത്തിയ ഈ പോരാളികൾ അസാമാന്യമായ കരുത്തും വീര്യവുമുള്ളവരായിരുന്നു. വാമ്പയറുകളെ അവർ അടിച്ചമർത്തിയതോടെ ലോകക്രമം തന്നെ ആകെ മാറിമറിഞ്ഞു. യുദ്ധത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ സഭ ലോകത്തിന്റെ പുതിയ അധികാര കേന്ദ്രമായി വാഴാൻ തുടങ്ങി.